അപ്പൊ ഞാൻ ചോദ്യങ്ങളോട് ചോദിക്കട്ടെ, അല്ലാഹു തആല നമുക്ക് അനുഗ്രഹം ചെയ്തു തരുമ്പോൾ, അഥവാ നമുക്ക് കുറേ സമ്പത്ത് ഉണ്ടാകുമ്പോൾ, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണോ വേണ്ടത്, ബേജാറാവുകയാണോ വേണ്ടത്? സന്തോഷിക്കുക വേണ്ടത്. നിങ്ങളോട് നിങ്ങൾ യേശുനാഥനോട് ചോദിച്ചാൽ അപകടമാവും. സന്തോഷിക്കല്ല അതാണ് ഈ പറഞ്ഞത്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ആറാമിൻ ഖബ്രി റബ്ബി, എന്റെ രക്ഷിതാവായ അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹമാണിത്. എന്തിനെ? നീ യബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് പരീക്ഷണമാണിത്. അപ്പൊ ബേജാറല്ലേ വേണ്ടത്? ഇനി എന്താണ് പരീക്ഷണം? അതിന്റെ വാക്കുണ്ട്, ആറാമിൻ ഖബ്രി റബ്ബി യബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. എന്താണ് പരീക്ഷണം? അഷ്കുറു, ഞാൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ? അം അക്ഫുർ, അതോ ഞാൻ നന്ദികേട് കാണിക്കുന്നുണ്ടോ? പൂർത്തിയായി. അപ്പൊ നമുക്ക് അല്ലാഹു, എനിക്ക് ഇന്ന് ഈ കയ്യിന്റെ ചെറുവിരലിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കി നീർത്താൻ കഴിയാന്ന് പറഞ്ഞാൽ ഇത് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്. എന്തിന്? എന്നെ പരീക്ഷിക്കാൻ. അപ്പൊ പിന്നെ കാലിന്റെ മുട്ട് മടക്കാനും നീർത്താനും കഴിയുന്നത് പിന്നെ പറയണോ? ഓടാൻ കഴിയുന്നത് പിന്നെ പറയണോ? അപ്പൊ നമുക്ക് തന്ന ഓരോ അനുഗ്രഹവും നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഒരു സാധാ ചോദ്യം ചോദിക്കട്ടെ, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും. എന്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ പരലോകമുണ്ട് എന്ന് വിശ്വാസമില്ലാത്ത ആരും ഇല്ലല്ലോ? ഉണ്ടോ? ഇല്ല. എന്നാ ഞാൻ പറയുന്നത്, ഞാനെന്നല്ല, ആരും പറയുന്നതും അംഗീകരിക്കാതെ തന്നെ കഴിയില്ല. അത് വിശ്വാസത്തിലേക്ക് പിന്നെ പോട്ടെ, അതിന് നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ. അവിടെ നിങ്ങളൊക്കെ നടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇവിടെ നമുക്ക് എല്ലാവരും കണ്ടുപൊടിയില്ല. ഗവൺമെന്റിന്റെ കണ്ണിൽ പൊടിയില്ല, മാനേജ്മെന്റിന്റെ കണ്ണിലും പൊടിയില്ല, ഉസ്താദുമാരുടെ നമ്മളെ കണ്ണിലും പൊടിയില്ല, കുട്ടികൾക്ക് വേണമെങ്കിൽ ഉസ്താദിന്റെ കണ്ണിലും പൊടിയില്ല. പക്ഷേ കണ്ണുപൊടിയിൽ നടക്കാത്ത ഒന്ന് വരാനുണ്ട് എന്ന് 100% വിശ്വസിക്കുന്ന നമ്മൾ പിന്നെ എങ്ങനെയാ അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി ചെയ്യാതൊക്കെ? ഇത് ചോദിക്കോലമാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും പരലോകത്തെ കുറിച്ച് വിശ്വാസം ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ഓരോ ചലനവും നാളെ അത് ചോദിക്കും. അത് ഉറപ്പായ സംശയമൊന്നുമില്ല. അപ്പോ